മോനുകുട്ടോ, മോനു, മോനുവേ, എഴുന്നേക്ക്, പള്ളിയിൽ പോകാം. വാ, എഴുന്നേക്ക്. മോനുകുട്ടൻ റെഡിയായിരിക്കുവാണ്. ഞാനങ്ങോട്ട് ചെല്ലേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം. സൺഡേ സ്കൂളുണ്ട്, അപ്പോൾ പോയിച്ച് വരാം. ഇന്നലത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ മഴ തോരത്തില്ലെന്ന്. ഏതായാലും മഴയൊക്കെ തോർന്ന് നിൽക്കുക. പോയിച്ച് വരാം. ഇതാ ചവിട്ട്. എൻ്റെ ബർത്ത്ഡേക്ക് മഴയായിരിക്കും. ചില ആൾക്കാരെ വന്നിട്ടുണ്ട്. വണ്ടി വെക്കാൻ സ്ഥലം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയിൽ പോയിട്ട് വന്ന പ്രിയങ്ങൾ, എന്നാൽ മഴയ്ക്കോടെ കണ്ട കരിയില, മുറ്റം നിറച്ച് കരിയിലയാണ്. പൊടിയാവുന്നതിന് മുമ്പ് തൂത്താ കൊള്ളാം. നോക്കട്ടെ. പള്ളിയിൽ പോയിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് തുണി കുറച്ച് വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ ആയോ നോക്കി. പിന്നെ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്യാനൊന്ന് ഓണാക്കി ഇട്ടിട്ട് പോയി അമ്മയുടെ അടുക്കലോട്ട്. അവിടുന്ന് അമ്മ ചായ ഇട്ടു. ചക്ക ഉപ്പേരി കൊണ്ടുവച്ചു. പക്ഷെ എനിക്ക് കഴിക്കാൻ വയ്യ. 2-3 വളരെ പാടുപെട്ട് കഴിച്ചു. ഒരു മാവുണ്ട എടുത്തതാണ്, കട്ടിയില്ല. മോനുകുട്ടൻ സൺഡേ സ്കൂളിലിരിക്കുന്നു. ഓട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ല. 2 ഓട്ടോ വിളിച്ച് 2ഉം കിട്ടിയില്ല. 2 ഓട്ടത്തിലാണ്. ഇനി ഒരാളൂടെ ഉണ്ടൊന്ന് വിളിച്ച് നോക്കാം, അല്ലെങ്കിൽ പിന്നെ പോയി വിളിക്കണം. ഇന്ന് പിന്നെ ചോറിരിപ്പുണ്ട്. ആ കക്കയിറച്ചി എടുക്കാം എന്ന് വിചാരിച്ചാട്ടോ. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈയോ റോസ്റ്റോ, പിന്നെ മോരുകറിയൊക്കെ ഉണ്ട്, അത് മതി. ഓട്ടോ ഒന്നും കിട്ടിയില്ല പ്രിയങ്ങളെ. ഞാൻ കുറച്ച് തുണികളൊക്കെ എടുത്ത് വിരിച്ചു. കുറച്ചുകൂടി കഴുകാനുണ്ട്. അതൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനകത്തോട്ട് പിന്നെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മോനുകുട്ടനെ പോയി വിളിച്ചുകൊണ്ട് വരാം. അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറിയില്ല. അപ്പോൾ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ. 11:45. 12 മണി വരെ ഉള്ളൂ സൺഡേ സ്കൂൾ. പോയിട്ട് വരാം. എന്നിട്ട് വന്ന് നമുക്കിന്ന് എന്താ പറയുക, കക്കയിറച്ചി എടുക്കണം. അത് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായതുകൊണ്ട് മടിയായിരുന്നു. പിന്നെ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങ് മേടിച്ചു. അപ്പോൾ അതൊരു പണിയാണ്. അപ്പോൾ അത് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, അതെടുത്താൽ പിന്നെ ഈ ഡ്രസ്സൊക്കെ മാറണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് അതെടുക്കാതെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. വന്നിട്ടെടുക്കാം. മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ വരാം. പള്ളിയിൽ പോയേച്ചും വന്നു. ഇന്ന് പൊറോട്ടയായിരുന്നു. പൊറോട്ട അല്ലേ? അയ്യോ, ഇപ്പോൾ ഉച്ചക്കലത്തെ അടുത്ത പരിപാടി തുടങ്ങാം.
അതെടുത്ത് ഫ്രീസറിൽ നിന്ന് വെളിയിലോട്ട് വെച്ചിട്ടാണ് ഞാൻ പോയത്. ശരിയായോ നോക്കാം, നമുക്ക് ക്ലീൻ ചെയ്യാമേ. എനിക്കറിയത്തൊന്നുമില്ല, ഞാൻ ഇതുവരെ ഇതിനകത്തെ ഇത് സാധനം ഉണ്ടല്ലോ, ഒരു കറുപ്പ് പോലെ, അത് കളഞ്ഞൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നോട് ആരൊക്കെയോ പറഞ്ഞത് കളയണമെന്ന്. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ കളഞ്ഞെടുക്കാം എന്ന് വിചാരിച്ച് തുടങ്ങുവാണ്. എന്തുമായി തീരുമെന്നൊന്നും അറിയത്തില്ല. ഇതല്ലേ മീനിന്റെ തൊലി ഇളക്കിയ പോലെ ആയിരിക്കും. പിന്നെ ഞാൻ അതെല്ലാം കൂടെ ചേർത്ത് മസാല പുരട്ടി കുരുക്കി വെച്ച വറുത്ത് കഴിച്ചത് എന്ന് പറഞ്ഞ പോലെ ഇത് ബാക്കി ഉണ്ടാവുമോ എന്നറിയത്തില്ല, നോക്കാം. ഇന്നലെ ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ ആ പയ്യനോട് ചോദിച്ചത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഇങ്ങനെ കാണിച്ചു തന്നെ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അതങ്ങ് പോകും എന്ന്. അങ്ങനെ ഞാൻ എടുക്കുക കേട്ടോ. കുറച്ചു നേരം പിടിക്കും. ഒരു മണിക്കൂർ എടുത്തു, 1 മണിക്കൂർ കൂടുതലായെന്ന് തോന്നുന്നു. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കും. ഇനി നമുക്കിത് വേവിക്കാൻ അങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഉള്ളിയൊക്കെ അരിയാം. പിന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്തൊന്നും ഇടുന്നില്ല. നമ്മൾ ചിക്കനോ മീനോ എന്തോ എടുത്താലും തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുന്നതാണ്. ചവയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. മോനെക്കൊട്ടിന് ചോറ് വേണ്ട, നൂഡിൽസ് മതി എന്നും പറഞ്ഞിട്ട് ഇത് എടുത്ത് വെച്ചേക്കുക. ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ വേവിക്കാൻ വെച്ചതാണ്. ഇനി നമുക്ക് ഉള്ളി എടുക്കാം. തമ്പുരാൻ വിളിക്കുന്നു, തമ്പുരാൻ. ഹലോ, പോയിട്ട് വന്നേ. TV കാണുന്നു. പിന്നെന്തുവാ, ഇവിടെ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. എന്നിട്ടെന്തോ മഴ പെയ്തു അല്ലേ? ഇല്ല. വെളുത്തുള്ളിയൊക്കെ കുറെയൊക്കെ കിടന്നങ്ങ് അഴുക്കാന്ന് പറഞ്ഞാൽ അങ്ങ് ചൂടുകൊണ്ടായിരിക്കും അങ്ങ് ചൊക്കിപ്പോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെ എടുക്കാം. പിന്നെ ഇതിന് നമുക്ക് കൂടുതലും ചുവന്നുള്ളിയാണ് വേണ്ടത്. വലിയ ഉള്ളിയാ, നോക്കാം, കുറച്ചത് എടുക്കാം. പിന്നെ ഒരു സവാള എല്ലാം ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇന്നും മഴയുള്ള ലക്ഷണമുണ്ട്. നല്ല ചൂടെടുക്കുന്നേ. മുറ്റം തൂത്തില്ല, മൊത്തം കരിയില്ല. ഈ കക്കയിറച്ചി തിളയ്ക്കുമ്പോൾ ഒരു മണം വരുമല്ലോ, ആ മണം അലർജിയുള്ള ഒരാളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ആരാന്നറിയാമോ? കൊച്ചോളുടെ അമ്മ. മാമിക്ക് ഭയങ്കര തലവേദനയാണ് ഈ മണം വന്നു കഴിഞ്ഞാൽ പിന്നെ മാമിക്ക് ഒക്കത്തില്ല. മാമിക്ക് തലവേദന, ഛർദിലും പിടിക്കത്തില്ല. അതുകൊണ്ട് അവരിത് വാങ്ങിക്കാറില്ല. ഉള്ളിയൊക്കെ പൊടിച്ചെടുത്തു. ഇനി അതിങ്ങനെ ഒന്ന് അരിഞ്ഞങ്ങ് എടുക്കാം. ചോപ്പറിനകത്തിട്ടാൽ ചിലപ്പോൾ ഒത്തിരി അങ്ങ് ഫ്രഷായി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. സവാള വേണ്ട, ഇത്രയും ചുവന്നുള്ളി മതി, അത് കുറച്ചല്ലേ ഉള്ളു. ഉള്ളി അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കാം. റെഡിയാക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി മസാലപ്പൊടിയൊക്കെ ചേർക്കാം. ഒരാൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. പാത്രം ഇവിടെ ആണോ ഇരിക്കുന്നത്? പാത്രം അവിടെ ചെന്ന് നോക്കി. അടുക്കളയ്ക്കകത്ത് തന്നെ ഉണ്ട് പാത്രം. ഉള്ളിയൊക്കെ അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തായിട്ടുണ്ട്. നമുക്ക് കക്കയിറച്ചി കോരി അങ്ങോട്ട് ഇടാം. കക്കയിറച്ചിയൊക്കെ റെഡിയായി.
ഇനി ഒരു 5-6 മിനിറ്റ് നമുക്കിത് ചുമ്മാ ഒന്ന് ഇളക്കിയൊക്കെ റെഡിയാക്കിയിട്ട് ചോറുണ്ണാം. മോനുകുട്ടൻ നൂഡിൽസൊക്കെ റെഡിയാക്കി കഴിക്കാൻ പോന്നു. വാഷിംഗ് മെഷീനകത്തോളം തുണിയെല്ലാം കൊണ്ട് വിരിച്ചു. പിന്നെ കൂട്ടാനും കറിയൊക്കെ റെഡിയായി, ചോറ് ചൂടാക്കി. ഇനി നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കണം, ഒന്ന് ചാച്ചണം. ചോറ് വിളമ്പി, മോരേറി ഒഴിച്ചു, അവിയലെടുത്തു. ഇന്നത്തെ പാചകം കക്കയിറച്ചി. കഴിക്കട്ടെ. വിശക്കുന്നു പ്രിയങ്ങളെ. 2 മണിയൊക്കെ കഴിഞ്ഞു. രാവിലെ ഒന്നും കഴിച്ചതല്ല. കഴിക്കട്ടെ. ചോറൊക്കെ ഉണ്ട്. ഇനിയിപ്പം എല്ലാം ഒന്ന് വൃത്തിയാക്കി, കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴുകി വെച്ചിട്ടൊന്ന് കിടക്കട്ടെ. ഉറക്കമായിരുന്നു. കുക്കു ഫോൺ വിളിച്ചു. അപ്പം ഞാൻ ഓണെന്ന്. നമ്മൾ ചോറുണ്ടപ്പോൾ 3 മണിയാവാറായി കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പണിയെല്ലാം കഴിഞ്ഞൊന്ന് കിടന്നു. ഇപ്പം 5:15 ആയി. ഇനി നമുക്ക് ഇന്ന് കാപ്പി കുടിക്കാം. മുറ്റം തൂക്കാനുണ്ട്. മുറ്റം നിറച്ച് കരിയില. പള്ളിയിൽ പോകാൻ നേരത്തെ രാവിലെ ഒന്ന് കുളിച്ചു. പള്ളിയിൽ പോയി സൺഡേ സ്കൂളും കഴിഞ്ഞ് വന്ന് പിന്നെ ഒന്ന് കുളിച്ചു. ഇന്നലെ അമ്മ പറഞ്ഞു കേട്ടു 4 തവണ കുളിച്ചത്. നമുക്ക് രാവിലത്തേക്ക് ഇച്ചിരി ചായ, ഇച്ചിരി പാല്. ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട്. ലിറ്റിൽ ഹാർട്സിന്റെ പോപ്കോൺ ഉണ്ടാവും. ലേശം മധുരം ഇട്ടു കാപ്പിക്ക്. കടുപ്പത്തിൽ കാപ്പി കുടിക്കാം എന്ന് വിചാരിച്ചു. മുറ്റം തൂക്കണ്ട, സഹായിക്കൂ. ഭയങ്കര കരിയില്ലല്ലോ. എന്നാലും ഇപ്പൊ പൊടിയില്ല, അതുകൊണ്ട് തൂക്കാം. ആദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീക്ഷോൻ തന്നെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാൽ എന്നെ ഓർത്ത് ദൈവദൂതർ വന്നിടും. ഏറ്റവും സ്നേഹചൂടോടപ്പവുമായി വന്നിടും. സന്ധ്യക്ക് വിട്ടമെല്ലാം തൂത്തു. കുറച്ച് അപ്പൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു, കരിയിലൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കത്തിച്ച് കളഞ്ഞു. മഴ പെയ്തില്ല. ഇനി രാത്രിയിലെങ്ങാനും പെയ്യുമോന്ന് അറിഞ്ഞുകൂടാ. പിന്നെ വന്ന് കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും അങ്ങനെ കുറച്ച് നേരം കൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു, പ്രാർത്ഥനയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ 7:45 ആയി. ഇനിയിപ്പോൾ ഉള്ളത് എന്തെങ്കിലും കഴിക്കാം, കഴിച്ചിട്ട് ചാച്ചാം. ഇനി ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും കൂടെ കടന്നുപോയി. കയ്യിലേതാണ്ട് കഴിച്ചേക്കുന്നുണ്ടോ എന്നറിയത്തില്ല.
കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ എങ്ങോട്ടും ഇറങ്ങാഞ്ഞത് കൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റി. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ പോയിട്ട് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്ന് പിന്നെ മോനിക്കുട്ടിനെ വിളിക്കാൻ പോയി. ആ വെയിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ജോലി അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കയറി കിടന്നത്. 3:30 എങ്ങാണ്ടായി. നമ്മൾ 3 മണി ആകാറായപ്പോഴേ ചോറുണ്ട്. അപ്പോഴേ ഉറങ്ങിപ്പോയി, വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു 4:45 എങ്ങാണ്ടായി ഞാൻ ഉണർന്നപ്പോൾ മുറ്റം തൂക്കാനൊക്കെ ഇറങ്ങി. പിന്നെ കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് സ്വസ്ഥമായത്. ഇനിയിപ്പോൾ വല്ലതും കഴിച്ചിട്ട് കിടക്കാം. കഴിക്കാം. കൂട്ടാൻ എന്തോ ഉച്ചയ്ക്ക് കഴിച്ചില്ലല്ലോ. മോര് കറി, കക്ക ഇറച്ചി, അവിയൽ. എവിടുന്ന വാ. ഇല്ല അത് മീൻ വറുത്ത ഇന്നലത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു. മോരുണ്ട് വാ. അത്താഴം വിളമ്പാം. അപ്പോൾ ഉച്ചക്കലത്തെ തന്നെ കറികളൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ചോറും കക്കയിറച്ചിയും അവിയലും മോരുകറിയും. അപ്പോൾ മോനിക്കുട്ടൻ കഴിക്കാനിരുന്നു, ഞാനും കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരോടും സ്നേഹം, സന്തോഷം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.